രാഷ്ട്രീയ മണ്ഡലത്തെയും സൈബർ ഇടങ്ങളെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനവിവാദം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഭരണകൂടത്തിന്റെ വിവേചനപരമായ നിലപാടുകൾക്കെതിരെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റത്തിനെതിരെയും ശക്തമായ ജനരോഷം ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വിഷയത്തിൽ നടത്തിയ പ്രതികരണം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. അധികാരത്തിന്റെ ഹുങ്കുപയോഗിച്ച് ഒരു പാട്ടിനെ നിരോധിക്കാൻ ശ്രമിച്ചാൽ ആ നിരോധനം ഏർപ്പെടുത്തിയവരുടെ വീടിന് മുന്നിൽ പോയി കോൺഗ്രസ് നേതാക്കൾ ആ പാട്ട് പാടുമെന്ന മുരളീധരന്റെ പ്രഖ്യാപനം സർക്കാരിനെതിരെയുള്ള കടുത്ത വെല്ലുവിളിയായാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വർണം കക്കുന്നതാണ് യഥാർത്ഥത്തിൽ തെറ്റെന്നും അല്ലാതെ കട്ടവരെ കുറിച്ച് പാട്ട് പാടുന്നതല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. CPM നേതാവ് G സുധാകരൻ തന്നെ മുൻപ് പ്രകടിപ്പിച്ച ചില വിയോജിപ്പുകളെ മുൻനിർത്തിയായിരുന്നു മുരളീധരന്റെ പരിഹാസം. അയ്യപ്പനോട് അത്രമേൽ സ്നേഹമുണ്ടെങ്കിൽ ജയിലിൽ കഴിയുന്ന സ്വന്തം നേതാക്കളെ പുറത്തിറക്കാൻ ശ്രമിക്കണമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വർഷങ്ങളായി ഖത്തറിൽ പ്രവാസിയായി കഴിയുന്ന GP കുഞ്ഞബ്ദുള്ള എന്ന കലാകാരൻ രചിച്ച ഈ പാരഡി ഗാനം എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ആയുധമായി മാറിയെന്നത് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യക്തമാകും. ഒരു സമൂഹ മാധ്യമ ചർച്ചയിൽ അവർ പങ്കെടുത്തുകൊണ്ട് കുഞ്ഞബ്ദുള്ള തന്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. ഏകദേശം 46 വർഷമായി വിദേശത്ത് ജോലി ചെയ്യുന്ന അദ്ദേഹം ഈ പാട്ട് ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണിക്ക് വേണ്ടിയോ എഴുതിയതല്ലെന്ന് വെളിപ്പെടുത്തി. തന്റെ സർഗാത്മകമായ രചനകളിൽ ഒന്നായി ഒക്ടോബർ മാസത്തിൽ തന്നെ ഈ ഗാനം പുറത്തിറങ്ങിയിരുന്നു. പാരഡി പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും രചിക്കുന്നതിൽ വർഷങ്ങളായുള്ള പരിചയമുള്ള താൻ CMS മീഡിയ എന്ന പ്ലാറ്റ്ഫോമിന് വേണ്ടിയാണ് ഇത് തയ്യാറാക്കിയത്. എന്നാൽ പിന്നീട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയപ്പോൾ വിവിധ മുന്നണികൾ തങ്ങളുടെ പ്രചരണത്തിനായി ഈ ഗാനം ഏറ്റെടുക്കുകയായിരുന്നു. ഒരു കലാകാരൻ എന്ന നിലയിൽ സാമൂഹിക വിഷയങ്ങളിൽ പ്രതികരിക്കാനുള്ള തന്റെ അവകാശത്തെയാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത്. വിവാദ ഗാനത്തിനെതിരെ പ്രസാദ് കുഴിക്കാല എന്ന വ്യക്തി നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. മതപരമായ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്നാരോപിച്ചായിരുന്നു പരാതിയെങ്കിലും ഇതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളാണെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ ഭരണപക്ഷത്തെ പരിഹസിക്കുന്ന വരികൾ പാട്ടിലുണ്ട് എന്നതാണ് ഇതിനെതിരെ നീങ്ങാൻ പോലീസിനെ പ്രേരിപ്പിച്ച ഘടകം. എന്നാൽ പരാതിക്കാരനായ പ്രസാദിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതും സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ അല്പം ജാഗ്രത പാലിക്കുന്നുണ്ട്. പ്രതിചേർക്കപ്പെട്ടവർക്കെതിരെ ഉടനടി അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ വേണ്ടെന്നാണ് പോലീസിന്റെ നിലവിലെ തീരുമാനം. എങ്കിലും ഗാനം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനായി മെറ്റയ്ക്കും യൂട്യൂബിനും നോട്ടീസ് നൽകാനുള്ള നീക്കങ്ങൾ സൈബർ സെൽ ആരംഭിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് CPM ഇപ്പോൾ ആലോചിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെയും അവരുടെ വിശ്വാസങ്ങളെയും മോശമായി ചിത്രീകരിക്കുന്ന ഗാനം പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നാണ് അവരുടെ വാദം. എന്നാൽ പാട്ട് നിരോധിക്കുന്നതിലൂടെ അത് കൂടുതൽ ജനശ്രദ്ധ നേടുമെന്ന യാഥാർത്ഥ്യം ഭരണകൂടം തിരിച്ചറിയുന്നില്ല. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ ഗാനം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു. പോലീസിന്റെ ഓരോ നീക്കവും പാട്ടിന്റെ പ്രചാരണം വർദ്ധിപ്പിക്കാനാണ് സഹായിക്കുന്നത്. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് പൊന്നപ്പ എന്ന വരികൾ കേരളത്തിലെ ഗ്രാമനഗരങ്ങളിൽ ഇപ്പോൾ മുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തെ വിമർശിക്കുന്ന കലാരൂപങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന വാദവുമായി സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. കെ മുരളീധരന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനം ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ ഇത്തരം നിരോധനങ്ങളുമായി മുന്നോട്ട് വരുന്നത് വിരോധാഭാസമാണ്. പഴയകാലത്തെ ആക്ഷേപഹാസ്യ പരിപാടികളും നാടകങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ്. ഭക്തിയെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിനും വിമർശനങ്ങളെ ഭയപ്പെടുത്തുന്നതിനും എതിരായ വലിയൊരു പോരാട്ടമായി ഈ പാരഡി വിവാദം മാറിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ പോലീസ് സ്വീകരിക്കുന്ന നിലപാടുകളും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലുകളും കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാവും. ഒരു പാട്ടിന് ഭരണകൂടത്തെ ഇത്രത്തോളം അസ്വസ്ഥമാക്കാൻ കഴിയുമെങ്കിൽ അത് കേരളത്തിലെ രാഷ്ട്രീയ സംവാദങ്ങളുടെ തലം എത്രമാത്രം മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിന്റെ താളം ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ വേദികളിൽ പ്രതിഷേധത്തിന്റെ ഇരമ്പലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞബ്ദുള്ള എന്ന പ്രവാസി മലയാളിയിൽ നിന്ന് തുടങ്ങിയ ഈ വിവാദം വരും ദിവസങ്ങളിൽ കോടതി മുറികളിലേക്കും നിയമസഭകളിലേക്കും പടരുമെന്നത് ഉറപ്പാണ്. സത്യത്തെ മൂടിവെക്കാൻ നിരോധനങ്ങൾക്കാവില്ലെന്ന മുരളീധരന്റെ മുന്നറിയിപ്പ് ഭരണകൂടത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നിയമപരമായ നടപടികളിലൂടെ ഒരു ഗാനത്തെ നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോൾ അത് മറ്റൊരു തരത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയൊരു രാഷ്ട്രീയ തരംഗമായി മാറുമെന്ന കാഴ്ചയാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്.